നമുക്ക് എന്തെങ്കിലും കളിച്ചാലോ? ശരി, എന്നാ നമുക്ക് ഓടിപ്പിടുത്തം കളിച്ചാലോ? ഇക്ക ഇക്ക അവിടെ നിന്നേ. പാ പാ, ആരോ വന്നിരിക്കുന്നു. ഞങ്ങൾക്ക് കണ്ടിട്ട് പേടിയാകുന്നു. എന്താ? എന്തു വേണം? ഈ അഡ്രസ്സിലുള്ള റയ്യാന്റെ വീട് ഇതാണോ? ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന വീടല്ല. ക്ഷമിക്കണം, എനിക്ക് അഡ്രസ്സ് തെറ്റിപ്പോയതാണെന്ന് തോന്നുന്നു. എൻ്റെ ഉമ്മക്ക് എന്നെ മനസ്സിലായില്ലേ? എന്തിനാണ് ഞാൻ കള്ളം പറഞ്ഞത്? അവരെൻ്റെ ഉമ്മയല്ലേ? എന്താണ് എനിക്കിപ്പോഴും അവരോട് വെറുപ്പ് തോന്നാൻ കാരണം? ഉമ്മയെക്കുറിച്ചുള്ള ചിന്ത റയ്യാനെ വേട്ടയാടിക്കൊണ്ടിരുന്നു. ഉമ്മയെ ഒന്ന് കാണണമെന്ന് അവന് തോന്നി. കുറെ നാളുകൾക്ക് ശേഷം ഉമ്മയെ തേടി അവൻ പഴയ വീട്ടിലേക്കെത്തി. പക്ഷേ വീട് പൂട്ടിയ നിലയിലായിരുന്നു. നിങ്ങൾ ആരാണ്? എവിടെ നിന്നാണ് വരുന്നത്? എൻ്റെ പേര് റയ്യാൻ. ഞാൻ കുറച്ച് ദൂരെ നിന്നാണ്. ഈ വീട്ടിൽ ഒരു ഉമ്മ താമസിച്ചിരുന്നില്ലേ? അവർ എവിടെ പോയി? അവർ കുറച്ചുനാൾ മുമ്പ് മരണപ്പെട്ടു പോയല്ലോ. താങ്കൾ അവരുടെ ബന്ധുവാണോ? ഞാൻ അവരുടെ മകനാണ്. ഒരു നിമിഷം, ഞാൻ ഇപ്പോൾ വരാം. നിന്റെ ഉമ്മയുടെ അന്ത്യനിമിഷത്തിൽ അവരുടെ കയ്യിൽ ചുരുട്ടിപ്പിടിച്ചതായിരുന്നു ഈ കത്ത്. പ്രിയ മകനെ, കുറേ കാലമായി ഞാൻ നിന്റെ തിരിച്ചുവരവ് പ്രതീക്ഷിക്കുകയായിരുന്നു. നിന്നെ പലയിടത്തും ഞാൻ അന്വേഷിച്ചു. നിന്നെ ഞാൻ അത്രമേൽ സ്നേഹിച്ചിരുന്നു. നിന്റെ മക്കളെ കണ്ടപ്പോൾ എനിക്ക് എന്തൊരു സന്തോഷമായിരുന്നെന്നോ. നിന്നെപ്പോലെ തന്നെ ഞാൻ അവരെയും സ്നേഹിക്കുന്നുവെന്ന് നീ അവരെ അറിയിക്കണം. അന്ന് നീ അഡ്രസ്സ് തെറ്റിപ്പോയെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഹൃദയം തകർന്നുപോയി. സ്വന്തം മകനെ ഒരു ഉമ്മയും മനസ്സിലാക്കാതിരിക്കില്ല മോനെ. നിനക്ക് അപ്പോഴും എന്നോടുള്ള വെറുപ്പ് മാറിയില്ല എന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് ഒറ്റക്കണ്ണായി പോയത് എൻ്റെ കുറ്റമല്ല. നിനക്ക് 3 വയസ്സുള്ള സമയത്ത് നീ കല്ലുകൊണ്ട് കളിക്കുമ്പോൾ ഒരു കല്ല് എൻ്റെ കണ്ണിൽ കൊണ്ട് മുറിഞ്ഞു. ഡോക്ടറെ കാണിച്ചപ്പോൾ നിങ്ങളുടെ കണ്ണ് ഇനി ഒരിക്കലും തിരികെ കിട്ടില്ലെന്ന് പറഞ്ഞു. പിന്നീട് എനിക്ക് ആ കണ്ണുകൊണ്ട് ഒന്നും കാണാൻ സാധിച്ചിട്ടില്ല. അങ്ങനെയാണ് നീ വെറുക്കുന്ന രൂപത്തിൽ ഞാനൊരു ഒറ്റക്കണ്ണിയായി മാറിയത്. ഒത്തിരി സ്നേഹത്തോടെ നിന്റെ ഉമ്മ. ഉമ്മ, എന്തിനാ കരയുന്നത്? എൻ്റെ ഉമ്മയെ ഞാൻ സ്നേഹിച്ചിട്ടില്ല. ഒരു നല്ല വാക്ക് പോലും പറഞ്ഞിട്ടില്ല. എന്നെ കഷ്ടപ്പെട്ടാണ് അവർ വളർത്തിയത്. എനിക്ക് ഉമ്മയോട് വെറുപ്പായിരുന്നു. എൻ്റെ കൂട്ടുകാർ ഒറ്റക്കണ്ണിയുടെ മകനെന്ന് പരിഹസിക്കുമ്പോൾ എനിക്ക് ഉമ്മയെ വല്ലാത്ത പുച്ഛമായിരുന്നു. ഞാൻ ഉമ്മയിൽ നിന്ന് ഓടി അകലാൻ ആഗ്രഹിച്ചു. അങ്ങനെ സ്കോളർഷിപ്പ് ലഭിച്ചപ്പോൾ ഞാൻ ദൂരെ പോയി പഠിച്ചു. ജോലി കിട്ടിയപ്പോഴും കല്യാണം കഴിച്ചപ്പോഴും കുട്ടികളുണ്ടായപ്പോഴും എൻ്റെ ഉമ്മയെ ഞാൻ അറിയിച്ചിട്ടില്ല. അവരുമായി ഞാനൊരു ബന്ധവും സ്ഥാപിച്ചിട്ടില്ല. അവരെന്നെ കാണാൻ വന്നപ്പോഴും ഞാൻ അവരെ മടക്കി അയച്ചു. യാ അല്ലാഹ്. فلا تقل لهما أف ولا
وقل رب ارحمهما كما ربياني صغيرا. നിന്റെ നാഥൻ വിധിച്ചിരിക്കുന്നു, നിങ്ങൾ അവനെയല്ലാതെ വഴിപ്പെടരുത്. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക. അവരിൽ ഒരാളോ രണ്ടുപേരുമോ വാർദ്ധക്യം ബാധിച്ച് നിന്നോടൊപ്പമുണ്ടെങ്കിൽ അവരോട് ഛേ എന്ന് പോലും പറയരുത്. പരുഷമായി സംസാരിക്കരുത്. ഇരുവരോടും ആദരവോടെ സംസാരിക്കുക. കാരുണ്യപൂർവം വിനയത്തിന്റെ ചിറക് ഇരുവർക്കും താഴ്ത്തിക്കൊടുക്കുക. അതോടൊപ്പം ഇങ്ങനെ പ്രാർത്ഥിക്കുക: എന്റെ നാഥ, കുട്ടിക്കാലത്ത് അവരിരുവരും എന്നെ പോറ്റി വളർത്തിയ പോലെ നീ അവരോട് കരുണ കാണിക്കണമേ.